സഹിക്കാൻ കഴിയാത്ത വയറുവേദന ബലൂൺ പോലെ വീർത്തിരിക്കുന്ന തന്റെ വയറ്. ഡോക്ടർമാരെ സമീപിച്ച യുവാവിന്റെ വയറ്റിൽ നിന്നും ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തതാകട്ടെ 300 രൂപ വില മതിക്കുന്ന 33 നാണയങ്ങൾ. 33 വയസ്സുകാരന യുവാവിന്റെ വയറിൽ നിന്നാണ് 1 രൂപയുടെയും 2 രൂപയുടെയും 10 രൂപയുടെയും നാണയങ്ങളും 20 രൂപയുടെ നാണയങ്ങളടക്കം പുറത്തെടുത്തത്. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിലാണ് ഇവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഗുമർവീൻ സ്വദേശിയായ യുവാവിനെയാണ് വയറുവേദനയെ തുടർന്ന് ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെ സ്കാനിങ്ങിൽ യുവാവിന്റെ വയറിനുള്ളിൽ എന്തോ ലോഹ സാധനങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ എൻഡോസ്കോപ്പി നടത്തിയാണ് യുവാവിന്റെ വയറ് മുഴുവൻ നാണയങ്ങളാണ് എന്നത് ഡോക്ടർമാർ മനസ്സിലാക്കിയത്. ഇക്കഴിഞ്ഞ ജനുവരി 31-നായിരുന്നു സംഭവം. ഇതോടെ യുവാവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ഡോക്ടർമാർ. ഡോക്ടർ അനുഷ്കാണ് യുവാവിനെ പരിശോധിച്ചത്. പുറത്തെടുത്തത് 33 നാണയങ്ങളാണ്. ആകെ 247 ഗ്രാം ഭാരമുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 1 രൂപയുടെയും 2 രൂപയുടെയും 10 രൂപയുടെയും 20 രൂപയുടെയും ഒക്കെ നാണയങ്ങളാണ് യുവാവിന്റെ വയറിൽ നിന്നും പുറത്തെടുത്തത്. അതേസമയം ഈ ശസ്ത്രക്രിയ ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. അതായത് ഒരുപക്ഷെ യുവാവിൻ്റെ ജീവൻ പോലും നഷ്ടമാകും എന്ന് പോലും കരുതിയിരുന്നു. അതുപോലെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് അയാൾ തങ്ങളെ സമീപിച്ചതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മാത്രമല്ല അയാളുടെ വയറാകട്ടെ ബലൂൺ പോലെ വീർത്തിരുന്നുവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ഇയാളുടെ വയറ് മുഴുവൻ നാണയങ്ങൾ വ്യാപിച്ച് കിടക്കുകയായിരുന്നു. അതായത് 3 മണിക്കൂർ നേരം ചിലവഴിച്ചുകൊണ്ടാണ് അടിയന്തരമായി ഡോക്ടർമാർ ഇത്തരം ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് വിവരങ്ങൾ. മാനസിക രോഗാവസ്ഥയാണ് യുവാവിൻ്റെതെന്നും ഡോക്ടർമാർ പറയുന്നു. അതായത് രോഗിയുടെ ചിന്തയും സംസാരങ്ങളൊന്നും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. മറ്റുള്ളവർ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും രോഗികൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകില്ല. ഈ അവസ്ഥയിലുള്ള രോഗികൾ ഒരിക്കലും ചുറ്റുമുള്ളവരെ വിശ്വസിക്കാനൊന്നും തയ്യാറാകില്ല എന്നും അവർ എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു വിചിത്ര ലോകത്തായിരിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. അതുമാത്രമല്ല, അടുത്തിടെയാണ് ബീഹാറിലെ ഒരു പെൺകുട്ടിയുടെ വയറിൽ നിന്ന് 1 കിലോ തലമുടി കണ്ടെത്തിയത്. പ്രീതി എന്ന പെൺകുട്ടിക്ക് ട്രൈക്കോട്ടിലസ്മാനിയ എന്ന മാനസിക രോഗമുണ്ടായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് ട്രൈക്കോബസർ എന്നൊരു അസുഖം വന്നിരുന്നു. അതായത് ഇത്തരം രോഗം ബാധിക്കുന്നവർ അവരുടെ പുരികം, തല, ചർമ്മം എന്നിവയിലെ രോമങ്ങൾ പറിച്ചെടുത്ത് എറിയും. എന്നാൽ ഈ രോമങ്ങൾ കഴിക്കുമ്പോൾ ഈ മാനസികാവസ്ഥയെ പിക്ക എന്ന് വിളിക്കുന്നു. ആദ്യത്തേത് പോഷകങ്ങളുടെ അഭാവമാണ്, പ്രത്യേകിച്ച് ഇരുമ്പ്, വിറ്റമിൻ സി കോംപ്ലക്സ്. രണ്ടാമത്തേത് ശീലം അല്ലെങ്കിൽ ഭക്ഷണ വൈകല്യം. മൂന്നാമത്തേത് ഉത്കണ്ഠ, വിഷാദം അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുടെ തുടക്കമാണ്. ഇത്തരം മാനസിക രോഗങ്ങൾ കാരണമുണ്ടാകുന്ന രോഗാവസ്ഥയെ ട്രൈക്കോബസർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇതിനെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ്: മുടി എന്നത് ദഹിക്കുന്ന ഒരു പദാർത്ഥമല്ല, അത് വയറ്റിലെ ഭിത്തിയിൽ ഒട്ടിപ്പിടിക്കും. ഒരാൾ തുടർച്ചയായി മുടി തിന്നുകയാണെങ്കിൽ ഈ രോമങ്ങൾ ഒരു കൂട്ടം ഒട്ടിപ്പിടിക്കുന്ന രോമത്തിൻ്റെ ആകൃതി എടുക്കും. ഇത് കാരണം ഈ വ്യക്തിക്ക് ഗർഭഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുമ്പോൾ ട്രൈക്കോബസർ എന്ന അവസ്ഥയുണ്ടാകും. അതായത് പിക്കയേക്കാൾ കൂടുതൽ ട്രൈക്കോട്ടോസൽമില്ല കേസുകളാണ് ഉള്ളത്. വികസ്വര രാജ്യങ്ങളിൽ പിക്ക കേസുകൾ കൂടുതലായി കാണപ്പെടുന്നു എന്നാണ് പഠനങ്ങളും കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.